ഇത് പഴയ ഹിമാലയ അല്ല മോനെ. എന്റെ മോനത്ത് ഹൈ റബ്ബിങ് എഞ്ചിൻ എന്ന് വെച്ചാൽ ഓരോ ഗിയറും ഇല്ലേ ആ ഒരു ഇതിലെത്തിയിടുന്നത്. ഒന്നാമത്തെ ഗിയറിന് എനിക്ക് തോന്നുന്നു 55 അങ്ങനെ എന്തോ കയറും തോന്നുന്നുണ്ട് വണ്ടി. അപ്പൊ കുറച്ചുകൂടി പോയോക്കാം. അപ്പോൾ അതൊരു എന്താ പറയുക ഹൈ ടോർക്ക് എഞ്ചിൻ അല്ല, ഒരു എന്താ പറയുക ഒരു മീഡിയം, നമുക്ക് എന്താ പറയുക ആയിട്ട് ഇത് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല. ഇതിൻ്റെ ആ ഒരു പഴയ ആ ഒരു പഞ്ചും ടോർക്കൊന്നും ഈ ഒരു വണ്ടിക്കില്ല. ഇത് ഈ ഒരു ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയറിലൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക ഒരു ഈസാണ് വണ്ടി. വലിയൊരു ലോഡ് തരുന്ന വണ്ടിയല്ല. മാക്സിമം ഹോഴ്സ് പവർ ഈ ഒരു 452 cc പ്രൊഡ്യൂസ് ചെയ്യുന്ന എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 40 ഹോഴ്സ് പവർ 40 ഹോഴ്സ് പവർ ഈ ഒരു വണ്ടി പ്രൊഡ്യൂസ് ചെയ്യും. സെയിം 40 ന്യൂട്ടൺ മീറ്റർ ടോർക്കും ഈ ഒരു വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ 3500 ഏകദേശം ആ ഒരു RPM വരുമ്പോൾ ഏകദേശം ഒരു 32, 34 ആ റേഞ്ചിൽ ടോർക്കാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഒരു ചെറിയ റബ്ബിൽ തന്നെ നമുക്ക് വലിയൊരു നോക്കിങ്ങിലാണ്ട് ഓടിക്കുക. പക്ഷേ നമ്മുടെ പഴയ വണ്ടി വെച്ച് നോക്കുകയാണെങ്കിൽ ആ ഒരു സംഭവം 6ാമത്തെ ഗിയറിലിട്ടിട്ട് അങ്ങനെ ഒരു ക്രൂസ് ചെയ്ത് ഓടിക്കുന്ന ആ ഒരു പരിപാടി ഇതിന് മുകളിൽ നടക്കില്ല. അപ്പോൾ ഇതിന് ഒരു കറക്റ്റ് ഒരു ടോർക്ക് ഈ ഒരു 40 ആ ഒരു ടോർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഏകദേശം 8500 RPM കയറണം കേട്ടോ. പിന്നെ ഇത് ഡ്യുവൽ ചാനൽ ABS ആണ്. ഫ്രണ്ടിൽ ഏകദേശം 320 mm ആ ഒരു ഡിസ്ക് ടൈപ്പും ബാക്കിൽ 280 mm നമ്മളെ സാധാരണ ഒരുവിധം ബൈക്സിനൊക്കെ വരുന്ന മാതിരി തന്നെ രണ്ടും സ്പോക്ക് വീൽസ് ആണ് വരുന്നത്. ഫ്രണ്ടിലും ബാക്കിലും ഒരേമാതിരി സ്പോക്ക് വീൽസ് ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ടാങ്കിൽ പറയുകയാണെങ്കിൽ 70 ലിറ്റേഴ്സിൻ്റെ ടാങ്കാണ് കേട്ടോ. നമ്മുടെ പ്രീവിയസ് ഹിമാലയൻ 411 വന്നേക്കുന്നത് ഏകദേശം 15 ലിറ്റേഴ്സ് ആണ്. അതിന് ഏകദേശം 30 to 35 അടുത്ത് മൈലേജ് ഉണ്ട്. പക്ഷേ ഈ ഒരു വണ്ടിക്ക് അതില്ല കേട്ടോ. ഏകദേശം 22 to 25 ആ റേഞ്ചേ ഉള്ളൂ. ഹൈവേസിൽ 29 വരെ കിട്ടുമെന്ന് പറയുന്നുണ്ട്. ഫുൾ ടാങ്ക് ലിറ്റേഴ്സിൽ 500 കിലോമീറ്റേഴ്സ് ഓടുന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ അതിൽ യാതൊരു പ്രതീക്ഷയും വേണ്ട. ഇതിൻ്റെ ഫ്രണ്ടിൽ USD ഫോർക്കാണ് വരുന്നത്. ബാക്കിൽ നമ്മൾ പഴയതുമാതിരി തന്നെ മോണോ ഷോപ്പ് കാര്യങ്ങളൊക്കെ. അപ്പോൾ 200 mm ആണ് ഇതിൻ്റെ ഒരു ട്രാവൽ വരുന്നത് കേട്ടോ, ഫ്രണ്ട് ആണെങ്കിലും ബാക്ക് ആണെങ്കിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ ഒരു വിഷയമുള്ള എന്താ വെച്ചാൽ ഇതിൻ്റെ ബ്രേക്കിംഗ് ആണ്. ബ്രേക്കിങ്സിൽ നമ്മുടെ പഴയ ഒരു ഹിമാലയത്തിന് വരുന്ന ആ ഒരു കോൺഫിഡൻസ് ഇതിൽ കിട്ടില്ല. എന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിൽ വണ്ടി നിന്നില്ലല്ലോ, കണ്ടോ ഈ ഒരു സംഭവം അത് കുറച്ച് കൂടുതലാണ് ഇതിൻ്റെ. അപ്പോൾ നമ്മൾ ഒരു എന്താ പറയുക ഒരു എമർജൻസി സിറ്റുവേഷനിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത്ര ഒരു കോൺഫിഡൻസ് നമുക്ക് ഈ ഒരു വണ്ടി തരില്ല. അതൊന്ന് ലോഡായിട്ടാണ് നിൽക്കുക. അപ്പോൾ അതിൻ്റെ ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഹോണൊക്കെ ഓക്കെയാണ് കേട്ടോ. വലിയ വണ്ടിയാണ്, ചെറിയ ഹോൺ അങ്ങനെയല്ല. പിന്നെ ഇതിൻ്റെ വേറൊരു ഡ്രോബാക്ക് അല്ല, മീൻസ് എന്താ പറയുക കാഴ്ചയിൽ ആൾക്കാർക്ക് തോന്നുന്ന സാധനം ഇതിന് വലിയൊരു ടാങ്ക് കമ്പനി കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ 70 ലിറ്റേഴ്സിൻ്റെ ടാങ്ക്, വലിയൊരു ടാങ്ക് തന്നെ ഈ വണ്ടി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പഴയ ഹിമാലയത്തിന് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര വലുതാണ്. പഴയ ഹിമാലയം ഇങ്ങനത്തെ ഒരു ബോക്സ് കട്ടിങ് ആയിരുന്നു. ഇത് പറഞ്ഞില്ല ഇത്രയൊരു വയറാക്കി. അതിൻ്റെ അപ്പുറത്താണ് ഇതിൻ്റെ ക്രാഷ് ഗാർഡും കാര്യങ്ങളൊക്കെ വരുന്നത്. അത്ര വലിയൊരു ടാങ്കിൻ്റെ മുന്നിൽ ചെറിയൊരു തല, അങ്ങനത്തെ ഒരു സംഭവമാണ് ഇതിൻ്റെ ഹെഡ്ലൈറ്റും അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു മീറ്റർ കൺസോളും. പിന്നെ ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 805 805 mm to 845 ആ ഒരു റേഞ്ചിന് ഇടയിലാണ് വരുന്നത്. നമുക്ക് 3 മോഡ്സിലേക്ക് മാറ്റാൻ പറ്റും. സീറ്റ് ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. 805, 825 പിന്നെ 845 ഈ ഒരു 3 സീറ്റ് ഹൈറ്റിലേക്ക് നമുക്ക് ഇതിൻ്റെ ഒരു സീറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സർവീസ് ഇൻ്റർവെൽസ് ഒക്കെ വരുന്നത് ഏകദേശം 5000 കിലോമീറ്റേഴ്സ് ആ ഒരു റേഞ്ചിലാണ് കേട്ടോ. നമ്മൾ എന്താ പറയുക റോയൽ എൻഫീൽഡിൽ ആ ഒരു റേഞ്ചൊക്കെ ഭയങ്കര ചെറുതാണ്. പക്ഷെ എന്നാലും ഇതിന് ഏകദേശം 5000 കിലോമീറ്റേഴ്സിൻ്റെ അടുത്താണ് 6th സർവീസ് വരാനുള്ള ആ ഒരു ഇത് വരുന്നത്. ഫസ്റ്റ് സർവീസിലൊക്കെ ഏകദേശം വരുന്നത് 1500 to 2000 ആ ഒരു റേഞ്ചിന് അടുത്താട്ടോ ഇതിൻ്റെ ഒരു എമൗണ്ട് വരുന്നത്. ഫ്രീ സർവീസ് എല്ലാം തോന്നുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ വൈബ്രേഷനെ പറ്റിയിട്ട് കുറച്ച് പേരൊക്കെ പറയുന്നത് കേട്ടു. വണ്ടി വാങ്ങിയവരോട് കുറച്ച് ആൾക്കാരോട് ഞാനും ചോദിച്ചപ്പോൾ പറഞ്ഞാണ് ഇതിന് നല്ല രീതിയിൽ വൈബ്രേഷൻ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. വലിയ വൈബ്രേഷൻസ് ഒന്നും ഇല്ല കേട്ടോ. നമ്മുടെ ഫുഡ് പാക്കിൻ്റെ സൈഡിലൊക്കെ ഒരു ഡാമ്പർ വരുന്ന സാധനം വന്നിട്ടുണ്ട്. വൈബ്രേഷൻസ് മാക്സിമം ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള. പിന്നെ ഈ വണ്ടിയുടെ മുകളിൽ ഓവറാൾ വൈബ്രേഷൻ തോന്നിക്കുന്ന എവിടെ വെച്ചാൽ ഹാൻഡിലിൻ്റെ മുകളിലാണ്. ഹാൻഡിൽ കുറച്ചും കൂടി കട്ടിയുള്ളതായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒരു സുഖം ഉണ്ടാവുമായിരുന്നു. നമ്മുടെ ഇപ്പം എന്താ പറയുക അഡ്വഞ്ചർ മോഡൽസിനെ കാണാം. ഇവിടെ ഭയങ്കര ഒരു വീതി കൂടിയിട്ട് ഇവിടേക്ക് വല്ലാണ്ട് വീതി കുറഞ്ഞിട്ടുള്ള ഒരു മോഡൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു അടിപൊളിയായിരുന്നു. പിന്നെ ഇതിന് ഷോവാടെ സസ്പെൻഷനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഫ്രണ്ടും ബാക്കും ഒരേമാതിരി ഷോവാടെ സസ്പെൻഷനും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. 2 സൈഡിൽ ലിവറിന് അഡ്ജസ്റ്റബിൾ അല്ല. അത് അഡ്ജസ്റ്റബിൾ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു. എന്താ വെച്ചാൽ നമുക്ക് ഗ്ലൗസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ മീൻസ് ഹാൻഡ് ഗ്ലൗസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്കതൊന്ന് എന്താ പറയുക നമ്മുടെ ഒരു സെറ്റാക്കിയിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സംഭവം ആവശ്യമാണ്. പിന്നെ ഇതിൻ്റെ ഈ ഒരു ക്രാഷ് ഗാർഡ് 2 സൈഡിലുള്ള വ്യൂ ഒക്കെ ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം. മാക്സിമം പ്രൊട്ടക്ഷൻ തരുന്ന ഒരു സാധനമാണ്. വണ്ടി ചെരിഞ്ഞ് വീണാലും ഈ ഒരു ക്രാഷ് ഗാർഡ് ഈ ഒരു ലാറിൻ്റെ പൈപ്പ് അപ്പോൾ ആ ഒരു സാധനമൊക്കെ നല്ലോണം രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യും കേട്ടോ. പിന്നെ ഇതിൻ്റെ ത്രോട്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ പഴയ ആ ഒരു സംഭവത്തിനെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഡിഫറൻ്റ് ആണ്. എന്താ വെച്ചാൽ ഇത് റൈഡ് ബൈ വയറാണ് വരുന്നത്. ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടി ഓക്കെ ആയിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മറ്റേ എന്താ പറയുക ക്രൂസ് കൺട്രോൾ ആ ഒരു ഓപ്ഷൻ കൂടി ഉണ്ടായിരുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയേനെ. ആ ഒരു സംഭവം ഇതിൻ്റെ മുകളിൽ മിസ്സിങ് തോന്നുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഹീറ്റിംഗ് കുറച്ചൊരു വിഷയമാണ് കേട്ടോ. നമ്മളിപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ് ആവുന്നുള്ളൂ വണ്ടി ഓടിച്ചു തുടങ്ങിയിട്ട്. നമ്മൾ ചെറിയ ഗിയേഴ്സ് തന്നെയാണ് ഓടിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ പറഞ്ഞല്ലോ നമ്മുടെ
ഇരിക്കുന്ന നമ്മളെ റൈഡറിനാണെങ്കിലും പില്ലറിനാണെങ്കിലും ഒരേമാതിരി ഹീറ്റിങ്ങിൻ്റെ ആ ഒരു പ്രശ്നം ഈ ഒരു വണ്ടീൻ്റെ മുകളിൽ നിന്ന് വരുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ നമ്മുടെ ഈ ഒരു കാഫിൻ്റെ ഭാഗത്തൊക്കെ നന്നായിട്ട് ചൂട് അറിയുന്നുണ്ട്. അപ്പോൾ 452cc ആണ് ഈ ഒരു എഞ്ചിൻ വരുന്നത്. റോയൽ എൻഫീൽഡിൽ വന്നതിൽ സിംഗിൾ സിലിണ്ടറിൽ ഫസ്റ്റ് വന്ന ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് കേട്ടോ ഈ ഒരു ബൈക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഹീറ്റിംഗ് ഇഷ്യൂ ഇവർ ഇപ്പോൾ പറഞ്ഞ മാതിരി റോയൽ എൻഫീൽഡ് അങ്ങനെയാണ്, നമ്മുടെ കംപ്ലയിൻറ്റ്സ് പറഞ്ഞ് അതിന് ശേഷമാണ് അവരത് ക്ലിയർ ചെയ്യൽ. ഇവരതിനനുസരിച്ചുള്ള പ്രൈസും കൂട്ടിത്തരും. അങ്ങനെയാണ് ഉണ്ടാവില്ല. അപ്പോൾ ഹീറ്റിംഗ് ഇഷ്യൂ അത്യാവശ്യം നല്ലോണം. ഈ ഒരു കാഫിൻ്റെ ഏരിയയിലാണെങ്കിലും നമ്മുടെ കാലിൻ്റെ ഭാഗത്തേക്കാണെങ്കിലും കാറ്റിങ്ങനെ അടിച്ച് കയറുന്നുണ്ട്. ബാക്കിലുള്ള പില്യൻ സീറ്ററിനാണെങ്കിലും കംപ്ലയിൻറ്റ്സ് പറയുന്നുണ്ട്. എന്താ വെച്ചാൽ ബാക്കിലേക്കും അത്യാവശ്യം നല്ലോണം ഹീറ്റ് അടിക്കുന്ന ഒരു രീതിയാണ്. പിന്നെ ഇത് സിറ്റിയിൽ റൈഡ് ചെയ്യാനും അടിപൊളി കേട്ടോ. ഞാൻ വിചാരിച്ചത് ഈ ഒരു സംഭവം സിറ്റിയിൽ റൈഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇത്രയൊക്കെ വലുപ്പമുണ്ട്. പഴയ ഹിമാലയത്തിനാട് ഹൈറ്റും വെയിറ്റും കൂടുതലാണ്. ഏകദേശം 200 കിലോയുടെ അടുത്ത് ഇതിന് വെയിറ്റ് വരുന്നുണ്ട്. 196 കിലോ കറക്റ്റ് പറയുകയാണെങ്കിൽ. അങ്ങനെയാണ് വെയിറ്റ് കുറച്ചതാണ് ഇപ്പോൾ പഴയ ഹിമാലയത്തിന് വെച്ച് നോക്കുമ്പോൾ. ഇതിന് ഏകദേശം 196 kgയുടെ അടുത്തേ വരുന്നുള്ളൂ. ഇതിന് വൈബ്രേഷൻ ഉണ്ട് എന്ന് കുറച്ച് പേര് പറയുന്നത് കേട്ടായിരുന്നു. അതേമാതിരി ഒരു നോക്കിംഗ് ഇഷ്യൂ, എൻജിൻ നോക്കിംഗ് ഇഷ്യൂ, അത് എന്നോട് 1-2 ആൾക്കാർ പേഴ്സണലായിട്ട് പറഞ്ഞു. വണ്ടിയുടെ ഓണേഴ്സ് ആണെങ്കിലും ഇനിയിപ്പോൾ വണ്ടി കൊടുക്കുന്ന ആൾക്കാരാണെങ്കിലും പറഞ്ഞിട്ടുണ്ട് നോക്കിംഗ് ഇഷ്യൂ ഉണ്ട് എന്നുള്ള പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ നമ്മുടെ KTM മാരത്തെ വണ്ടികളൊക്കെ കണ്ടില്ലേ, ഒരു ചെറിയൊരു നോക്കിംഗ് മാതിരി ഉണ്ടാവലുണ്ട്. ഇപ്പോൾ അതുമാതിരി വരുന്നതാണോ അറിയില്ല. അപ്പോൾ നമ്മളൊന്ന് യൂസ്ഡ് ആവണം, എന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ചിലപ്പോൾ വണ്ടി ഇറങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം കുറഞ്ഞ മാസങ്ങളായിട്ടേ ഉള്ളൂ. ഒരു 2 കൊല്ലമൊക്കെ ആയി കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് എങ്ങനെയാണ് എന്താണെന്നുള്ളത് മനസ്സിലാവുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ നോട്ട് ചെയ്തിട്ടുണ്ട്. വൈബ്രേഷൻ്റെ ഇഷ്യൂ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇത് ഓൾമോസ്റ്റ് ഇതൊരു ഓഫ് റോഡ് വണ്ടിയാണ്, ഓൺ റോഡ് വണ്ടിയല്ല. അപ്പോൾ എന്ന് വെച്ചാൽ സ്ട്രേറ്റ് ഹൈവേയിലൊക്കെ ക്രൂസ് ചെയ്ത് ഓടിക്കുമ്പോഴൊക്കെയാണ് നമുക്ക് ആ ഒരു ഇഷ്യൂ തോന്നുന്നത്. ഇത് പക്ക ഓഫ് റോഡ് വണ്ടി എന്ന് പറയാൻ പറ്റില്ല, 50-50 ആണ്. എന്ന് വെച്ചാൽ ഇത് നമ്മുടെ KTM-ൻ്റെ ഒക്കെ എഞ്ചിൻ മാതിരി ഇങ്ങനെ റബ്ബ് ചെയ്ത് ഓടിക്കുന്ന ഒരു സംഭവമാണ്. നമ്മുടെ ഹിമാലയ ഓടിക്കുന്ന മാതിരി ആ ഒരു ടോർക്കിൽ ഓടിച്ച് പോകുന്ന അടിപൊളി അങ്ങനത്തെ ഒരു കുട്ടീനെ കേട്ടോ, നമ്മുടെ സസ്പെൻഷൻ്റെ പറഞ്ഞ കേട്ടോ, നമ്മൾ ആ കുഴി ചാടിയപ്പം. അപ്പോൾ അങ്ങനത്തെ ഒരു എഞ്ചിനാണ്. നമുക്കിങ്ങനെ റബ്ബ് ചെയ്ത് പോകാൻ പറ്റും. ഞാനിപ്പോൾ ഓടിക്കുന്നത് ഭയങ്കര തെറ്റായ രീതിയിലാണ്. എന്നുവെച്ചാൽ ഇത് ഇങ്ങനെ ഓടിക്കേണ്ട ഒരു വണ്ടിയല്ല. ഒരു 3rd ഗിയർ മാക്സിമം അതൊക്കെ മതി ഈ ഒരു സിറ്റി കൂടെ അല്ലെങ്കിൽ ഈ ഒരു ട്രാഫിക് കൂടെ ഓടിക്കുകയാണെങ്കിൽ. പിന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ മെറ്റിയോറിൻ്റെ ഒക്കെ മാരത്തെ ചെറിയൊരു ഹെഡ്ലൈറ്റാണ്. എന്നാലും നമ്മുടെ പഴയ ഹിമാലയത്തിനെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ലൈറ്റ്സ് വളരെ മോശമാണ്. വാങ്ങിയവരും അറിയുന്നവരൊക്കെ പറഞ്ഞു ഭയങ്കര മോശമാണ്, അവർക്ക് ഇതായിട്ട് അങ്ങോട്ട് ഒത്തു പോകുന്നില്ല. എന്ന് വെച്ചാൽ LED ഹെഡ്ലൈറ്റ്സ് ആണ് ഈ ഒരു വണ്ടിക്ക് വന്നേക്കുന്നത്. നമ്മുടെ അതിൻ്റെ ഓൾഡർ വേർഷൻ എന്ന് വെച്ചാൽ 411 എന്ന് പറഞ്ഞ വേർഷന് വന്നേക്കുന്നത് മറ്റേ ഇതിൻ്റെ ലൈറ്റ്സ് ആണ്, എന്താ പറയുക, ഹലോജൻ ലൈറ്റ്സ് ആണ്. അപ്പോൾ അത് ഭയങ്കര വിസിബിളാണ്, നല്ലോണം വൃത്തിയിൽ കാണുകയും ചെയ്യും. ഈ ഒരു ലൈറ്റ് കുറച്ച് വിഷയമാണ്. അപ്പോൾ ഇതിന് എന്തായാലും ഓക്സിലറി ലൈറ്റ്സ് വെക്കണം. സ്പീഡ് നല്ലൊരു ടോപ്പ് സ്പീഡൊക്കെ പിടിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ അതിനെന്തായാലും ഈ ഒരു വിൻസ്ക്രീന് അത്യാവശ്യമാണ്. അത്യാവശ്യമല്ല, ഈ ഒരു വിൻസ്ക്രീൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒരു വിൻഡിനെ തടുക്കുന്നുണ്ട്. പിന്നെ വിൻസ്ക്രീൻ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വിൻഡിനെ നമ്മളെ എന്താ പറയുക ഉള്ളൊന്നും എടുത്ത് മാറ്റുന്നുണ്ട്. നമ്മുടെ ഹെഡും അതേമാതിരി അങ്ങനത്തെ കാര്യങ്ങൾ ഐറ്റംസൊക്കെ നമുക്കൊന്ന് സെറ്റപ്പായി കിട്ടുന്നുണ്ട്, വലിയ ഇഷ്യൂ ഇല്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വലിയൊരു വിൻസ്ക്രീൻ യൂസ് ചെയ്യാം. നമുക്ക് ചെറിയൊരു ഓഫ് റോഡ് കിട്ടിയിട്ടുണ്ട്. ഇനി ഓഫ് റോഡിൻ്റെ ഒരു പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഒന്നും അറിഞ്ഞില്ല. എടാ സീനില്ലല്ലോ, നൈസാണല്ലോ. ഞാൻ വിചാരിച്ചാലും ഒന്ന് സീറ്റിൽ നിന്ന് ജസ്റ്റ് ചാടി പോകുന്ന വിചാരിച്ചു, പക്ഷെ ആ ഇഷ്യൂ ഒന്നും ഇല്ല കേട്ടോ. അത് പറഞ്ഞപ്പോൾ ഓർമ്മ. ഇതിൻ്റെ സീറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. സീറ്റ് നമ്മുടെ പഴയ വണ്ടിയുടെ സീറ്റിനെക്കാട്ടി കുറച്ചും കൂടി വൈഡറാണ്, പക്ഷെ കംഫർട്ടബിൾ കുറച്ച് കുറവാണ് പഴയ വണ്ടിയുടെ കുറച്ച് നോക്കുമ്പോൾ. ഇപ്പോൾ പില്യൻ സീറ്റ് ആണെങ്കിൽ കുറച്ചും കൂടി സ്പേസ് എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട്. ബാക്കിലിരിക്കുന്നവർക്ക് ലോങ് റൈഡിനൊക്കെ നല്ല വൃത്തിയിലിരുന്ന് പോകാൻ. നമ്മുടെ ഓരോ ഗിയറും ഇതേമാതിരി വലിച്ചു നീട്ടിയിട്ട് വേണം ഇതിൻ്റെ ഇടാൻ. അപ്പോഴേ ഇതിൻ്റെ ആ ഒരു സംഭവം മനസ്സിലാവുള്ളൂ. ഇത് നമ്മുടെ പഴയ വണ്ടിയേ അല്ല. എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു പർപ്പസ് വേറെ, ഇതിൻ്റെ ഒരു പർപ്പസ് വേറെ എന്നാണ് ഈ ഒരു വണ്ടി നമ്മളോട് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മളെ മറ്റേ വണ്ടിയിൽ ടോർക്ക് എഞ്ചിനാണ്. നമുക്കതിങ്ങനെ ചെറിയ ഗിയർസിലെല്ലാം ഇട്ടിട്ട് ടോപ്പ് ഗിയർസിലെല്ലാം ഇട്ടിട്ട് പിന്നെ ഒരു താന്ന രീതിയിൽ കൊണ്ടുനടക്കാം. പക്ഷേ ഈ ഒരു വണ്ടി അങ്ങനെയല്ല. ഈ ഒരു വണ്ടി ടോപ്പ് ഗിയറിലിട്ട് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഒരു സ്പീഡ് ഒബ്റ്റെയിൻ ചെയ്തതിന് ശേഷം മാത്രമേ ഇടാൻ പാടുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ കണ്ടില്ല 3500 RPM ഏകദേശം 32 Nm ടോർക്കിലെടുത്താണ് ഇതിപ്പോൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു 8500 RPM അല്ലെങ്കിൽ ഒരു 5500 RPM കഴിയണം, എന്നാലും അതിൻ്റെ കറക്റ്റ് ഒരു എന്താ പറയുക ആ ഒരു ടോർക്ക് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇന്നെടുത്ത് വരുന്നോ? ഇന്നെടുത്ത് പോരും. ഞാനപ്പോഴേ ഒന്ന് ആണോ
നോക്ക് കുറച്ചും കൂടി ഇതായിക്കാട്ടെ. അതാണ് ഒരു വിഷയം. അതിൽ കുറച്ചുകൂടി അപ്രൈറ്റ് ആവേണ്ടി കുറച്ചുകൂടി രസം ഉണ്ടാവുന്നു. വെയിറ്റായിട്ട് കുറച്ച് ഓവർ ആയതുകൊണ്ട് നമ്മൾ ഈ ഒരു സ്റ്റാൻഡ് ഇങ്ങോട്ട് പൊന്തിക്കൂലേ, അപ്പോൾ കുറച്ചൊരു വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു സ്റ്റാൻഡിൻ്റെ ഇഷ്യൂ എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു സ്റ്റാൻഡ് ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ നേരെ കാലിതിനടിയിലാണ് വെക്കുക. നമ്മൾ പോലും ശ്രദ്ധിക്കില്ല, അതിൻ്റെ മുകളിൽ തന്നെ കറക്റ്റ് കൊണ്ടുവെക്കും. അപ്പോൾ നല്ലൊരു ബൂട്ട്സ് ഒന്നും അല്ലാന്നുണ്ടെങ്കിൽ കാലങ്ങ് പണിയൊക്കെ ഇട്ടിട്ടോ. ഈ ഒരു സംഭവം റോയൽ എൻഫീൽഡ് സെറ്റാക്കുന്നത് ഒരുപാട് ഇഷ്യൂസ് ഒരുപാട് ആൾക്കാർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്റ്റാൻഡ് നേരെ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയിടാൻ പറ്റും. ഇങ്ങനെ ഓടിക്കേണ്ട ഒരു ബൈക്കാണിത്. നമ്മൾ ആ ഒരു ഗിയറും ടോർക്കൊക്കെ ഇതിൻ്റെ ഒന്ന് ആക്ടിവേറ്റ് ആയിട്ട് കിട്ടുന്നത് ആ ഒരു സ്പീഡിലാണ്. പിന്നെ അതിൻ്റെ ബ്രേക്സ് ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ കണ്ടില്ലേ, അപ്പോൾ ഈ ഒരു സ്പീഡിൽ വന്ന വണ്ടി ഞാൻ ഇത്ര കുറഞ്ഞ നേരം കൊണ്ട് ഈ ഒരു ബ്രേക്കിങ്ങിലേക്ക് മാറ്റി. പിന്നെ ഇതിൻ്റെ ബ്രേക്ക് പിടിക്കുമ്പോൾ ഒരു കോൺഫിഡൻസ് കുറവ് എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ സസ്പെൻഷൻ 200 mm ഒരു മൂവ്മെൻ്റ് ഉള്ളൊരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് പിടിക്കുമ്പോൾ ആ ഒരു സംഭവം നമുക്കത് ഫീൽ ചെയ്യും. ഞാൻ ഒന്നുകൂടി പറയുകയാണ്, ഈ ഒരു സ്റ്റാൻഡ് ഭയങ്കര ഡേഞ്ചറാണ്. നമ്മളിങ്ങനെ വെച്ച് നമ്മുടെ ഫൂട്ട് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ എവിടെ വെക്കുള്ളൂ, ഇങ്ങോട്ടോ നമ്മൾ വെക്കത്തില്ല. ഇത്ര മാറ്റി വെക്കാനും പറ്റില്ല. നമുക്ക് നമ്മുടെ കാല് വെക്കാനും ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ ആ ഏരിയ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം കുറച്ച് ഇഷ്യൂ ആണ്. വണ്ടി ഏകദേശം ഇത്രയ്ക്ക് ചെരിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു വെയിറ്റ് നിങ്ങളുടെ ഫൂട്ടിൻ്റെ മുകളിലാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകതയുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്കത്തെ ടെയിൽ ലാമ്പ് അല്ലെങ്കിൽ വേണ്ട ബ്രേക്ക് ലൈറ്റ് കാണില്ല. ഇതിൻ്റെ ബ്രേക്ക് ലൈറ്റ് എങ്ങനെ വന്നത് ഞാൻ കാണിച്ചുതരാം. കണ്ടില്ലേ, നമ്മുടെ ആ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സാധനം കട്ട് ചെയ്ത് ഒഴിവാക്കാനൊന്നും പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ ഒരു എന്താ പറയുക ഒരു എക്സ്ട്രാ സാധനം നമ്മൾ ബിൽഡ് ചെയ്തിട്ട് നമ്മൾ വെക്കേണ്ടി വരും. പിന്നെ ഇതിൻ്റെ എക്സോസ്റ്റ് ഉണ്ടല്ലേ, ഭയങ്കര ചെറിയൊരു എക്സോസ്റ്റാണ്. നമ്മുടെ പഴയ വണ്ടിയുടെ എക്സോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു 4 amps അത്ര നീളം ഉണ്ടാവും. ഏകദേശം ഇത്രത്തോളം വരും. ഇതവർ ഷോർട്ടാക്കി ചെറുതാക്കിയിട്ടുണ്ട്. പിന്നെ സ്പോക്ക് വീൽസാണ് വരുന്നത്. ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ജസ്റ്റ് ഒരു റൈഡിങ് എക്സ്പീരിയൻസ് മാത്രം ഒന്ന് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഫുഡ് പെഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കത്തെ ഫുഡ് പെഗും ഫ്രണ്ടത്തെ ഫുഡ് പെഗും നമ്മുടെ ഫ്രണ്ടത്തെ റൈഡർ കാല് വെച്ച് കഴിഞ്ഞാൽ ബാക്കത്തെ ഫുഡ് ബഗ് വെക്കും നമ്മുടെ കാലിന് തട്ടുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ലെങ്ത് ഉള്ളത്. കുറച്ചും കൂടി ബാക്കോട്ട് ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിരുന്നേ. പിന്നെ ഞാൻ പറഞ്ഞില്ല ഇതിൻ്റെ ഹെഡ്ലൈറ്റ്സ് ഭയങ്കര ചെറിയ ഹെഡ്ലൈറ്റാണ്. പക്ഷേ അതിനുള്ളിൽ നിന്ന് വരുന്ന ലൈറ്റ് വളരെ കുറവാണ്. ചെറിയ 2 LEDs ആണ് ഇതിനുള്ളിൽ വരുന്നേക്കുന്നത്. നമ്മുടെ ഡിമ്മിനാണെങ്കിലും ബ്രൈറ്റിനാണെങ്കിലും 2 അങ്ങനെ 4 LEDs മാത്രമേ ഇതിനുള്ളിൽ വരുന്നുള്ളൂ. ഈ ഒരു സൈഡ് നോക്കിയാൽ കാണാം വളരെ ചെറിയൊരു LED ആണ്. പക്ഷേ അത്യാവശ്യം ഡ്യൂറബിൾ ആണ്. നമ്മുടെ R15 വരുന്ന മാതിരി ചെറിയ LEDs ആണ് ഇതിനുള്ളിൽ വന്നേക്കുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഫുൾ LED ആ ഒരു ഐറ്റംസ് ആണ് ഇപ്പോൾ ഇതിന് വന്നിരിക്കുന്നത്. പിന്നെ ഇതിന് വേറെ ഒരുപാട് ആൾക്കാർ പറഞ്ഞൊരു ഇഷ്യൂ എന്താ വെച്ചാൽ അതിന് ഫാൾസ് ന്യൂട്രൽ വരുന്നുണ്ട്. നമ്മൾ ഗിയർ പെട്ടെന്ന് നമ്മൾ ഈ പറഞ്ഞ മാതിരി ഓഫ് റോഡൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഫാൾസ് ന്യൂട്രൽ ഒരു പ്രശ്നമാണ്. നമ്മളൊരു ഗിയറിൽ നമ്മൾ ആ ഒരു ഗിയർ ഷിഫ്റ്റ് ചെയ്തിട്ട് നമ്മൾ കയറി പോകണമെന്ന് വിചാരിക്കുന്ന ആ സ്ഥലത്ത് നിന്ന് ഫാൾസ് ന്യൂട്രൽ വരുന്നതിനോടുള്ള ഒരു ഇഷ്യൂ ഉണ്ട്. ഇതിന് സ്ലീപ്പർ ക്ലച്ചാണ് ആക്ച്വലി വന്നിരിക്കുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ പഴയ ആ ഒരു ഹിമാലയത്തിനെ വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര സോഫ്റ്റാണ്, കണ്ടില്ലേ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു ക്ലച്ച് വരുന്നതിനോണ്ടാണോ എന്നറിയില്ല, അതോ ഇനിയിപ്പോൾ ഈ ഒരു വണ്ടി ഒരു 2000 അല്ലെങ്കിൽ ഒരു സെക്കൻഡ് സർവീസിൻ്റെ ഉള്ളിലായതുകൊണ്ടോ അറിയില്ല, ഗിയർ സ്ലിപ്പ് ആവുന്നുണ്ട്. പിന്നെ ഇതിന് വൈബ്രേഷൻസ് ഒക്കെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെറ്റപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പുറത്ത് വരുതാ ഇവിടെ ഒരു സ്പേസിങ് വന്നതിൽ അതിനുള്ള റബ്ബറിൻ്റെ ഒരു ഡാമ്പറൊക്കെ കൊടുത്ത മാതിരി അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം വൈബ്രേഷൻസ് ഒക്കെ നമുക്ക് അതിലും കൂടെ സെറ്റായി പോകും. പിന്നെ നമ്മൾ എവിടെയും പോയിട്ട് മറിഞ്ഞിട്ട് വീഴാണെങ്കിൽ ഈ ഒരു ലിവർ പൊട്ടിപ്പോവുകയോ അല്ലെങ്കിൽ വളഞ്ഞു പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പീസ് മാത്രം ഊരി എടുത്തിട്ട് കണ്ടോ ഈ ഒരു എല്ലങ്കീടെ മുകളിലാണ് നിൽക്കുന്നത്. അതിൻ്റെ ടൂൾ നമ്മുടെ വണ്ടിയിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതെടുത്തിട്ട് നമുക്ക് ഈ ഒരു സാധനം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇടാൻ പറ്റുന്നതാണ്. നമുക്കിത് ഈ ഒരു സാധനം ഈ ഒരു ലോക്കും ഇവിടുന്ന് റിമൂവ് ചെയ്യാൻ പറ്റും. നമ്മളൊരു ക്ലച്ച്ലെസ്സിൻ്റെ ഒരു വീഡിയോയിൽ കണ്ടാണ്. ഇത് നമുക്കിത് ഊരിയിട്ട് നമുക്കത് ആ ഒരു ബെൻഡായത് നമുക്കത് നിർത്താൻ പറ്റും. പിന്നെ അതിന് ഇപ്പോൾ ഈ ഒരു വണ്ടിക്ക് വന്ന ഒരു പ്രത്യേകതയാണ് നമ്മുടെ ഈ ഒരു മീറ്ററിൽ മാപ്പ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ മാപ്പ് സെറ്റ് ചെയ്യുമ്പോൾ ഇതിലിവർ ക്ലിയർ ചെയ്യാത്തൊരു പ്രശ്നമുണ്ട്. നമ്മുടെ മാപ്പ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ഫോൺ എപ്പോഴും നമ്മൾ ഓണാക്കി വെക്കണം. ഓണാക്കിയിട്ട് നമ്മളങ്ങനെ ഐഡിയലായിട്ട് അവിടെ തന്നെ വെക്കണം. അപ്പോൾ വെച്ചാൽ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി വല്ലാണ്ട് ഡ്രെയിൻ ആവും. എന്നാൽ മാത്രമേ ഈ ഒരു മീറ്ററിൽ കറക്റ്റായിട്ട് മാപ്പ് കാണിക്കുള്ളൂ. ഇല്ലെങ്കിൽ ജസ്റ്റ് നാവിഗേഷൻ മാത്രം. നമ്മൾ ഓരോ സ്ഥലത്തേക്ക് ടേൺ ചെയ്യുമ്പോൾ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് മാത്രം, ടേൺ ഇൻഡിക്കേറ്റേഴ്സ് അല്ല ടേണിൻ്റെ ഡയറക്ഷൻ്റെ ആ ഒരു സംഭവം മാത്രമേ കാണിക്കുള്ളൂ.
പിന്നെ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഓവറോൾ ലുക്ക് കേട്ടോ. അപ്പോൾ നമുക്കിത് ടെസ്റ്റ് ഡ്രൈവിനൊക്കെ അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ സീറ്റ് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ സീറ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെറിയ ലോക്ക് വരുന്നുണ്ട്. ആ ഒരു ലോക്ക് നമുക്കിങ്ങനെ ഒരു 3 സെക്ഷനിലേക്ക് അങ്ങോട്ട് മാറ്റിയിട്ട് ഇതിൻ്റെ ഒരു സീറ്റ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ഇതിൻ്റെ ട്രെയിൽസ് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ആ ഒരു അപ്രൈറ്റ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്കതങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഗേബ്രിയലും കാര്യംസൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ് കേട്ടോ. അതൊക്കെ ഈ ഒരു വീഴുമ്പോൾ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഇത്രയ്ക്കും ബൾക്കി ആയിട്ട് ഈ ഒരു ക്രാഷ് ഗാർഡും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് കൊടുത്തേക്കുന്നത്. വണ്ടിയുടെ ടാങ്ക് അല്ലെങ്കിൽ അതേമാതിരത്തെ മെയിൻ പാർട്സ് തട്ടുന്നുള്ള പേടിയേ വേണ്ട. ഈ ഒരു എഞ്ചിൻ ഇത് നമ്മുടെ പഴയ ഹിമാലയത്തിൻ്റെ എഞ്ചിനേ അല്ല കേട്ടോ. ഒരു ടോട്ടൽ A to Z ഐറ്റംസ് ഫുള്ള് മാറ്റിയിട്ടുണ്ട്. നമ്മളെ ഫോർക്കിൻ്റെ ട്രാവലാണെങ്കിലും ഈ ഒരു സ്പോക്ക് വീൽസിൻ്റെ ഒരു ഡിസൈനിങ് ആണെങ്കിലും ടയേഴ്സ് അതേമാതിരി ഇതിന് കൊടുത്തേക്കുന്ന ബോക്സ് കണ്ടില്ലേ, ഈ ഒരു ബാഡ്ജിങ് ഇവിടെ കാണാം, ഷോവ എന്ന് പറഞ്ഞിട്ട്. ഷോവയുടെ ഷോക്ക് ഫ്രിയറും ഫ്രണ്ടും സസ്പെൻഷനൊക്കെയാണ് ഈ ഒരു വണ്ടിയിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മീറ്ററിൻ്റെയാണ് വേറൊരു വിഷയം. നമ്മൾ ഈ പറഞ്ഞ മാതിരി ബ്ലൂടൂത്ത് ആയിട്ട് നാവിഗേറ്റ് ചെയ്യുമെങ്കിലും ഈ ഒരു സംഭവം മാത്രം നമുക്ക് അതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഫോൺ ഓഫ് ആക്കിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇതിൽ നാവിഗേഷൻ കാര്യങ്ങളൊന്നും ഇതിൽ ക്ലിയർ ആവില്ല. പിന്നെ ഇതിന് മോഡ്സ് ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇതാണ്ടോ ട്രിപ്പ് മീറ്റേഴ്സൊക്കെ നമുക്ക് ഇവിടെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ട്രിപ്പ് 1, ട്രിപ്പ് 2, ഫ്യൂൽ റേഞ്ച് ഏകദേശം എത്ര കിലോമീറ്റർ ഇതിലുള്ള പെട്രോളിൽ പോടാൻ പറ്റും. വോൾട്ടേജ്, ബാറ്ററിയുടെ വോൾട്ടേജ് എഫിഷ്യൻസിയാണ് കേട്ടോ കാണിക്കുന്നത്. 15 വോൾട്ടിൻ്റെ ഒരു ബാറ്ററിയാണ് വരുന്നത് തോന്നുന്നുണ്ട്. അതിൽ 11.7 ഇപ്പോൾ ഏകദേശം കാണിക്കുന്നുണ്ട്. സർവീസ് ടൈമിൻ്റെ ഡേറ്റ് എത്ര ആവശ്യം ബാക്കിയുണ്ട്, വണ്ടിയുടെ ടെമ്പറേച്ചർ ഓൾ എത്ര ഉണ്ട്, ആ ഒരു സംഭവം കാണിക്കുന്നുണ്ട്. പിന്നെ സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്റർ, കിലോമീറ്റർ സ്പീഡ്, ഓഡോമീറ്റർ, RPM മീറ്റർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇത് ഈ ഒരു സ്റ്റാൻഡിലിട്ട് വെച്ച് കഴിഞ്ഞാൽ അവിടെ പൊന്തിക്കാനാണ് കുറച്ച് പണി. ഏകദേശം ഞാൻ പറഞ്ഞല്ലോ 196 കിലോ വെയിറ്റ് ഉണ്ട് ഈ വണ്ടിക്ക്. പിന്നെ സ്റ്റാൻഡ് കുറച്ചും കൂടി ഒരു ഹൈറ്റ് ഉള്ളതാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് അടിപൊളിയായിരുന്നു. റിയർ ABS ഓഫ് ചെയ്യാൻ ഓൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ ഈ വണ്ടിക്ക്. കണ്ടോ, ABS ഓൺ ആക്കി നമുക്ക് ABS ഓഫ് ആക്കാം. അത് പെർഫോമൻസ് മോഡലാണ് ഇപ്പോൾ ഉള്ളത്, നമുക്കത് ഓഫാക്കാൻ പറ്റും. ഇതൊരു ഹോമിൻ്റെ ബട്ടണാണ്, നമുക്കത് ഹോമിലേക്ക് സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഇത് നമ്മുടെ പാസ് അതേമാതിരി ഓട്ടോമേഷൻസൊക്കെ. ഇത് ഒരു ഇനീഷ്യൽ പവർ എന്ന് പറഞ്ഞാൽ ഇതൊരു ലോ ടോർക്ക് എഞ്ചിനാണ്. നമ്മുടെ ആ ഒരു സ്പഞ്ച് കയറി കിട്ടണമെന്നുണ്ടെങ്കിൽ വണ്ടി കുറച്ചൊന്ന് ഒരു RPM കയറണം കേട്ടോ. ഒരു 3500 RPMൻ്റെ മുകളിലാണ് അതിൻ്റെ ആ ഒരു എഞ്ചിൻ ടോർക്ക് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ കൊടുത്തേമ്പാട് മഴയ ആ ഒരു ഹിമാലയത്തിൻ്റെ ആ ഒരു ടോർക്ക് നമുക്ക് ഇതിൽ ഫീൽ ചെയ്യാൻ പറ്റില്ല. ശ്വാസം കയറി കഴിഞ്ഞാൽ ഭയങ്കര പവറാണ്. ഇതിന് എയർ ഫിൽറ്ററൊക്കെ വരുന്ന ഈ ടാങ്കിൻ്റെ അടിഭാഗത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ അത്യാവശ്യം ട്രെയിൽസിലൊക്കെ നമ്മൾ കുറച്ച് വെള്ളത്തിൽ കൂടെ ഇറക്കി പോകുകയാണെന്നുണ്ടെങ്കിൽ വെള്ളത്തേക്ക് കയറുന്നുള്ള പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മളിപ്പോൾ വണ്ടി ഓടിച്ചപ്പോൾ കേട്ടില്ലേ ഒരു എന്താ പറയുക എയർ ഫിൽറ്ററിൻ്റെ ആ ഒരു കീറുന്ന ശബ്ദം, അത് ഇതിൻ്റെ അടിയിലാണ് ഇതിൻ്റെ ഒരു മറ്റേ എയർ ഫിൽറ്റർ വരുന്നത്. അതുകൊണ്ടാണ് കേട്ടോ നമുക്ക് അങ്ങനെ കേൾക്കാൻ പറ്റിയത്. പിന്നെ അണ്ടർ വലിയ എക്സോ സിസ്റ്റം നമ്മളെ KTM ഡ്യൂക്കിനൊക്കെ വരുന്ന മാതിരി തന്നെ അടിയിലൊരു സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ വെള്ളം ഡയറക്റ്റ് ഉള്ളിലേക്ക് എഞ്ചിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഈ ഒരു വണ്ടീനുള്ളിൽ. ഇത് ഹൈറവേ ചെയ്ത് ഓടിക്കുമ്പോൾ ഈ ഒരു വണ്ടിക്ക് ഉണ്ടാകുന്ന വൈബ്രേഷൻസ് ഇല്ലേ, ആ ഒരു വൈബ്രേഷൻസിൽ കോർണർ ചെയ്തെടുക്കാനൊക്കെ ഭയങ്കര ഒരു കോൺഫിഡൻസ് ആട്ടോ ഈ ഒരു വണ്ടി. അപ്പോൾ ഇത് നമ്മൾ ഹൈറവേ ചെയ്ത് ഓടിക്കുമ്പോൾ വൈബ്രേഷൻസിൽ നമ്മുടെ ഈ ഒരു മിറർ ഫ്ലിപ്പായിട്ട് ഇങ്ങനെയായി നിൽക്കാനുള്ള ഒരു ചാൻസ് അല്ല നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഇതിന് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ പഴയ ഹിമാലയത്തിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ടക്കിൻ ചെയ്ത് ഓടിക്കുമല്ലോ, പറഞ്ഞ് തീർന്നില്ല ഓഫ് റോഡ് ഓടുക. അപ്പോൾ നമ്മളിങ്ങനെ എണീറ്റ് നിന്ന് ഓടിക്കുമല്ലോ, അപ്പോൾ നമുക്കൊന്ന് എന്താ പറയുക ഈ ഒരു കാഫിൻ്റെ ഈ ഒരു ഭാഗം ലോക്ക് ചെയ്യാനുള്ളൊരു സംവിധാനം ഈ ഒരു പുതിയ ഹിമാലയത്തിൻ്റെ മുകളിൽ ഇല്ല കേട്ടോ. അടിപൊളി ഓഫ് റോഡ്. അപ്പോൾ നമുക്കൊന്ന് എണീറ്റ് നിന്ന് ഓടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കാഫ് ലോക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനം ഈ ഒരു വണ്ടിയിലില്ല. അവിടേക്ക് ഗംഭീര പണിയാണ്. നമുക്ക് ഇതുവഴി കയറിയിട്ട് ഇറങ്ങാം. ഇതിൻ്റെ ഒരു ടോപ്പ് സ്പീഡ് പറയുന്നത് 120 km/h. ആ ഒരു സ്പീഡിലേക്ക് ഈ ഒരു വണ്ടിക്ക് കയറാൻ പറ്റും. വേറെ ഒരു വണ്ടീനെ നിങ്ങൾ നോക്കണ്ട. നമ്മുടെ ഈ ഒരു റോയൽ എൻഫീൽഡ് ഹിമാലയയിൽ സിംഗിൾ സിലിണ്ടർ വണ്ടി 160 km സ്പീഡിലേക്ക് കയറുക പറഞ്ഞാൽ അത് ഭയങ്കര സംഭവമാണ്. പുട്ട് പോലെ 150 km സ്പീഡിലേക്ക് ഈ ഒരു വണ്ടി കയറും കേട്ടോ. പിന്നെ അതിൻ്റെ ഒരു എക്സോസ്റ്റ് നോട്ട് ഞാൻ കറക്റ്റായിട്ട് കേൾപ്പിച്ചു തരാം. നല്ല രസമുള്ള ഒരു എക്സോസ്റ്റ് നോട്ടാണ്. നമ്മൾ ഇതുവരെ ഒരു
റോയൽ എൻഫീൽഡ് സിംഗിൾ സിലിണ്ടറിലും കേട്ടിട്ടില്ലാത്ത അത്ര രസകരമായിട്ടുള്ളൊരു എക്സോസ്റ്റ് നോട്ടാണ് കേട്ടോ ഇതിൻ്റെ. പിന്നെ ഇതിൻ്റെ ഒരു ബോറായിട്ടുള്ള ഒരു പാർട്ട് എന്താ വെച്ചാൽ നമ്മൾ ഇരിക്കുന്ന ആളല്ലേ, നമ്മൾ ഏകദേശം 4 ലക്ഷം റുപ്യേൻ്റെ അടുത്ത് 3,80,000 ആ ഒരു റേറ്റിൻ്റെ അടുത്ത് ഈ ഒരു വണ്ടിക്ക് റേറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്, നമ്മൾ ഈ ഒരു ടാക്സൊക്കെ അടിച്ച് നമ്മുടെ റോട്ടുമേൽ ഇറങ്ങുമ്പോഴത്തേക്ക്. എന്നിട്ടുള്ളൊരു വിഷയം എന്താ വെച്ചാൽ ഈ മുന്നിൽ കാണുന്ന ഈ ഒരു അലമ്പ് കണ്ടോ, ഈ ഒരു മീറ്ററിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഒരുപാട് വയേഴ്സും അതേമാതിരി ഈ ഒരു അയണിൻ്റെ പാർട്സൊക്കെ എക്സ്പോസ്ഡ് ആയിട്ട് പുറത്തേക്കായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ പണ്ടത്തെ വരെ ഇനി നമ്പർ പ്ലേറ്റ് ഒന്നും ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് കമ്പനി തരുന്നില്ല, എല്ലാം പുറത്തേക്ക് എക്സ്പോസ് ആക്കിയിട്ട് പുറത്ത് കാണാൻ വരുന്ന രീതിയിലാണ് ഇതിൻ്റെ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ പണ്ട് ഞങ്ങൾക്ക് എങ്ങനെയാ വെച്ചാൽ നല്ലോണം ഉള്ളിലേക്ക് കയറിയിട്ടായിരുന്നു, അപ്പോൾ നമുക്ക് കുറേയൊക്കെ എന്താ പറയുക പോലീസുകാരുടെ അടുത്ത് നിന്നൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടൊക്കെ പോകാൻ പറ്റിയിരുന്നു. ഈ ഒരു ഭാഗം കണ്ടോ, ഇവിടെ നമ്മൾ എന്തെങ്കിലും കവർ ചെയ്തിട്ടൊന്ന് വൃത്തിയാക്കാമായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ചില 4 ലക്ഷം റുപ്യോളം ഈ ഒരു വണ്ടിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കവർ ചെയ്ത് വന്നിരുന്നെങ്കിൽ നല്ലൊരു വൃത്തിയായതിനെ, കാഴ്ചയിലും ഒരു ഭംഗി തോന്നിച്ചേനെ. ഒരു സെക്കൻഡ്, നമ്മുടെ വണ്ടി ട്രെയിൽസിൽ വീഴുമ്പോൾ നമ്മുടെ പഴയ ഹിമാലയത്തിനൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലിവറിൻ്റെ മുകളിൽ നിന്ന് ഒരു എക്സ്റ്റൻഷൻ ഇങ്ങോട്ട് വരും, അതിന് ശേഷമാണ് ഈ ഒരു ലിവറിൻ്റെ മുകളിലേക്ക് വരുന്നത്. ഇതിപ്പോൾ എന്താ വെച്ചാൽ ഡയറക്റ്റ് വീണ് കഴിഞ്ഞാൽ ഈ ഒരു ക്രാഷ് ഗാർഡ് ഉണ്ട്, റോട്ടിലൊക്കെ ആണെങ്കിൽ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യും. വല്ല കല്ലോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് ഡയറക്റ്റ് അടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആക്സിൽ ഉണ്ടോ, ഈ ഒരു ഉള്ളിലേക്ക് പോകുന്ന ഗിയറിൻ്റെ ആക്സിൽ അതിന് ബെൻഡ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഗിയർ ടൈറ്റ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു സംഭവം വരെ എന്താ എങ്ങനെ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പഴയ ഹിമാലയത്തിനൊക്കെ ഇങ്ങനെ ഒരു എക്സ്റ്റൻഷൻ വരുന്നുണ്ട്, എന്നിട്ട് അതിൻ്റെ മുകളിൽ നിന്നാണ് ഈ ഒരു ഗിയർ പെഡൽ വരുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ അത് തട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു പറഞ്ഞ ഗിയറിനെ അധികം എഫക്റ്റ് ചെയ്യില്ല, ഈ ഒരു ആക്സിലിന് അധികം എഫക്റ്റ് ചെയ്യില്ലായിരുന്നു. ഇതിപ്പോൾ ഒരു പണിയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എക്സോസ്റ്റ് നോട്ട് ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം കേട്ടോ. നമ്മുടെ പഴയ ഹിമാലയ മാതിരി ഒന്നല്ല, ഫ്യൂലൊക്കെ എടുത്തു സംഭവമാണ്. ഇതിൻ്റെ ചെറിയ എക്സോസ്റ്റാന്ന് പറഞ്ഞില്ലേ, അപ്പോൾ നമ്മൾ ഈ ഒരു എക്സോസ്റ്റിൻ്റെ വലിപ്പം കണ്ടായിരിക്കും ഇത് ഒരു സൈലൻസർ ആ ഒരു സംഭവം അല്ലാത്തതുകൊണ്ട്. സാധാരണ എക്സോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു 4 ആംസിന് അത്ര തന്നെ നീളം വരും, ഇത് അത്രയൊന്നും ഇല്ല, ഇത് വളരെ ചെറുതാണ്. അപ്പോൾ നമ്മൾ ഇതിന് ഭയങ്കര സൗണ്ടൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് അതൊന്നുമില്ല കേട്ടോ. ഫുൾ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം. നമ്മളിതിൻ്റെ മെയിൻ സൗണ്ട് വരുന്നത് കംപ്ലീറ്റ് ഈ ഒരു എയർ ഫിൽറ്ററിനുള്ളതാണ്. ആ സൗണ്ട് നമുക്ക് കേൾക്കാറ്റുള്ളൂ, അതാണ് നമ്മളെ ബൈക്ക് ഓടിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫീൽ ചെയ്ത ആ ഒരു സൗണ്ട്. എന്നാ പോവാ ഇനി എന്താ, ഇനി നടന്നു വരണം. പില്ലങ്ങം പോയിട്ട് ഭയങ്കര കേട്ടോ, ഒരു രക്ഷയില്ല. പഴയ ഹിമാലയത്തിൽ വെച്ച് നോക്കുമ്പോൾ ഞാനൊക്കെ എയറിൽ പോകാറുണ്ട് ചില നേരത്തൊക്കെ, ഇതിൽ കുറേയൊക്കെ നൈസാണ്. ഞാനിവിടെ തന്നെ ഇരിക്കുന്നുണ്ട്, എനിക്ക് ഇരിക്കാൻ വരുന്ന ആ ഒരു കംഫർട്ട് അത് ഭയങ്കര കേട്ടോ. ഇതിൻ്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് ഏകദേശം 230 mm ആണ്. ഞാൻ ഒരു കൈ കൊണ്ട് ഈ ഒരു ഗാബ്രിയൽ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പഴയ ഹിമാലയത്തിൻ്റെ മുകളിൽ മാത്രം ഇരുന്നിട്ടുള്ള ഒരാൾ ഇതിൻ്റെ മുകളിൽ ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ചൊരു വിഷയമുണ്ട്. എന്താ വെച്ചാൽ പഴയ ഹിമാലയം ഞാൻ പറഞ്ഞു ഭയങ്കര ടോർക്കിയാണ്, അത് അങ്ങനത്തെ ഒരു ടോപ്പ് എൻഡിലേക്കൊന്നും കയറുന്ന വണ്ടിയല്ല. ഇത് ഏകദേശം 160 km/h സ്പീഡിലേക്ക് കയറുന്ന ഒരു ബൈക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗിയർ റേഷ്യോ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വലിച്ചു നീട്ടിക്കൊണ്ടുള്ള സാധനമാണ്. അത്യാവശ്യം നന്നായിട്ട് ഫ്ലിക്കർ ചെയ്ത് ഓടിക്കാൻ പറ്റുന്ന ഒരു ബൈക്കാണ് കേട്ടോ. എന്നാലും മാക്സിമം നന്നായിട്ട് ഓടിക്കാൻ പറ്റുന്ന സാധനം തന്നെ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു വണ്ടിയിലേക്ക് ഇറങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, വേറെ ഒന്നും നോക്കാനില്ല, ഈ ഒരു പവർ നിങ്ങൾക്ക് വലിയൊരു സംഭവമായിട്ട് തോന്നുന്നില്ല. മീൻസ് മാക്സിമം നമ്മുടെ കൂടെ കട്ടക്ക് നിൽക്കുന്ന ഒരു ടൈപ്പ് എഞ്ചിനും വണ്ടിയൊക്കെ തന്നെയാണ് കേട്ടോ ഈ ഒരു വണ്ടി. അപ്പോൾ ഇതിൻ്റെ ഹാൻഡിൽ മാത്രമാണ് കുറച്ചും കൂടി ഒന്ന് ബെറ്റർ ആക്കണം തോന്നിയിട്ടുള്ളത്. കുറച്ചും കൂടി ഒരു ഹൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു റേസർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നമുക്ക് ഫ്ലിക്കർ ചെയ്യാൻ പറ്റുന്നുണ്ട്, പക്ഷെ എന്നാലും കുറച്ചും കൂടി ഒന്ന് അടിപൊളിയാക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വലിയൊരു ഹാൻഡിൽസ് ഈ ഒരു വണ്ടിക്ക് വേണം. ഓവറോൾ ഞാനൊരു 20 മിനിറ്റ് കൊണ്ട് ഈ വണ്ടിയുടെ മുകളിൽ ഭയങ്കരമായിട്ട് അങ്ങോട്ട് സിങ്ക് ആയിപ്പോയി. എനിക്ക് എങ്ങനെ ഓടിക്കാൻ പറ്റുന്നുണ്ട്.